Hi everyone. 21st January Shift 1 question number 24 ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഫ്രം തെർമോഡൈനാമിക്സ്, ഗിവ്സ് ഫ്രീ എനർജി, ആ ഒരു ടോപ്പിക്കിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് വന്നിരിക്കുന്ന റിയാക്ഷൻ നമ്മളൊന്ന് എംബസ് ചെയ്യുകയാണ്. അപ്പൊ ആ റിയാക്ഷൻ ഇതാണ്, A2 പ്ലസ്. സോ വാട്ട് ദ റിയാക്ഷൻ? നമുക്ക് തന്നിരിക്കുന്ന റിയാക്ഷൻ A2 പ്ലസ് B2 റിവേഴ്സിബിൾ ഈസ് 2AB. അപ്പൊ ഇതിനനുസരിച്ചിട്ട് ഈ റിയാക്ഷൻ അനുസരിച്ചിട്ട് ഇതിൽ AB തന്നിട്ടുണ്ട്, A2 തന്നിട്ടുണ്ട്, B2 തന്നിട്ടുണ്ട്, അയാളുടെ എല്ലാം ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട്, അതുപോലെ എസും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അതിൽ നിന്നും ഇവർക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് കണ്ടെത്തുക. ഞാൻ ആദ്യം ഡെൽറ്റ എസ് ഓഫ് റിയാക്ഷൻ കാണുകയാണ്. So what is delta S of reaction? I can write delta S is equal to, see delta S എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് മൈനസ് റിയാക്ടന്റ് ആണ്. അപ്പൊ പ്രൊഡക്റ്റ് മൈനസ് റിയാക്ടന്റ്, പ്രൊഡക്റ്റ് 2 AB ഉണ്ട്, ABന്റെ വാല്യൂ 222 ആണ്. അപ്പൊ ഞാൻ എഴുതുന്നു which is equal to 444 മൈനസ് റിയാക്ടന്റെ വാല്യൂ ഒരു A2ഉം ഒരു B2 ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുക, 146ഉം 280യും കൂടെ നമ്മൾ കൂട്ടുക. 146ഉം 280യും കൂടെ കൂട്ടുമ്പോൾ ഐ ക്യാൻ റൈറ്റ് ഹിയർ 6, സിമിലർലി 2 ഹിയർ, ദെൻ വി ഹാവ് 426. അപ്പൊ 444 നിന്നും നമ്മൾ ആരെ കുറയ്ക്കുക? 426നെ കുറയ്ക്കുക. അപ്പം നമുക്ക് എത്ര കിട്ടും? യു ആർ ഗെറ്റിംഗ് 18. അപ്പം അയാളുടെ വാല്യൂ നമ്മൾ എഴുതി വെക്കുകയാണ് 18 ജൂൾ. ഡെൽറ്റ എസ് ഓഫ് റിയാക്ഷൻ ഈസ് 18 ജൂൾ. ലെറ്റ് ഇറ്റ് ബി ദെയർ. അപ്പോൾ ഡെൽറ്റ എസ് റിയാക്ഷൻ എഴുതി വെച്ചു. ഇനി അതേപോലെ ഡെൽറ്റ എച്ചിനെയും കാണുകയാണ്. സോ ഡെൽറ്റ എച്ച് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു അഗെയിൻ പി മൈനസ് ആർ. പക്ഷെ അവിടെ എ ബിന്റെ വാല്യൂ 32 ആണ്. അപ്പോൾ 64 എഴുതാം. 2 AB ഉണ്ട്, അപ്പൊ 64 മൈനസ് 6 പ്ലസ് എക്സ് മൈനസ് 6 പ്ലസ് എക്സ്. കുട്ടികളെ ഇത്രയും ഇത് കിലോ ജൂൾ ആണ് എന്ന ബോധം നമുക്കുണ്ടാകണം. ഓക്കെ, ഇത്രയും കിലോ ജൂൾ ആണ്. ഇനി നമുക്ക് എന്താ കണ്ടത്? ഈ എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടെത്തണം മക്കളെ. ഈ എക്സിന്റെ വാല്യൂ കാണാൻ വേണ്ടി നമുക്ക് ഇനി കുറച്ചുകൂടി ഡേറ്റ തന്നിട്ടുണ്ട്. ലോഗ് കെ ഈക്വൽസ് 2.2. അപ്പൊ നമ്മൾ ലെറ്റ് us write ഡെൽറ്റ ജി ഓഫ് ഡെൽറ്റ ജി is equal to minus RT ln K, or else we have written delta G is equal to minus 2.3 RT log K. ഇതിൽ ലോഗ് കെന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ടിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എല്ലാ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ മൈനസ് 2.3 ഇൻറ്റു ആറിന്റെ വാല്യൂ 8.3 ഇൻറ്റു ടിന്റെ വാല്യൂ 500 കെൽവിൻ. എല്ലായിടവും പറഞ്ഞിട്ടുണ്ട് 500. സോ 500 ഇൻറ്റു ലോഗ് കെ. ലോഗ് കെ ഇസ് 2.2. അപ്പൊ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് 1.1 ഇൻറ്റു 1000, ഓക്കെ, 100, isn't it 8? So you will be getting almost this value comes 21 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് വരിക. This in 21 കിലോ ജൂൾ. So this in 21 കിലോ ജൂൾ. അപ്പൊ ഇതാണ് നമ്മളുടെ ഡെൽറ്റ ജിന്റെ വാല്യൂ. മക്കളെ ഇനി നമ്മൾ നോക്കുക, ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് നമ്മൾ എഴുതി. ഡെൽറ്റ ജിന്റെ വാല്യൂ -21 കിലോ ജൂൾ. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ ഇതാണ്, അത് കൊണ്ടുവരിക. 64 മൈനസ് 6 പ്ലസ് എക്സ്, ഇത്രയും കിലോ ജൂളാണ്. ഇനി 18 ജൂൾ എന്നാണ്. 18 ജൂൾ എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നോക്കൂ, നമ്മൾ അടുത്ത പോയിന്റ് ടി ഇൻറ്റു ഡെൽറ്റ എസ് എന്നാണ്. അപ്പോ ടി 500 ആണ്, 500. അപ്പൊ 18 ഇൻറ്റു
500, ഇറ്റ് വിൽ ബി 9000 എന്ന് പറയുമ്പോൾ 9 കിലോ ജൂൾ ആണ്. സോ ഇറ്റ് വിൽ ബി 9 കിലോ ജൂൾ. അങ്ങനെയാണെങ്കിൽ നമുക്കിതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാം. മാറ്റി എഴുതുമ്പോൾ വാട്ട് വിൽ ഗെറ്റ് -21 ഇസ് ഈക്വൽ ടു 64 മൈനസ് 6 മൈനസ് എക്സ് മൈനസ് 9 അല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിയാൽ വിൽ ഗെറ്റ് 49. So we have -21 is equal to 64 minus 15 minus x. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് ആരുടെ വാല്യൂ കാണണം? എക്സിന്റെ വാല്യൂ കാണണം. അപ്പൊ എക്സിന്റെ വാല്യൂ കാണാൻ വേണ്ടി അടുത്ത സ്റ്റെപ്പ് ഞാൻ അങ്ങോട്ടൊന്ന് മാറ്റി എഴുതുകയാണ്. എക്സ് ഇസ് ഈക്വൽ ടു 64 പ്ലസ് 21 മൈനസ് 15 അല്ലേ? അപ്പൊ 64 പ്ലസ് 21 85. 85 ഇന്ന് 15 കുറയ്ക്കണം. യുവർ ആൻസർ വിൽ കം ആസ് 70. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? 70 എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നമുക്കുള്ളത്.